ഹായ് ഡിയർ സ്റ്റുഡൻസ്, S3-ൽ നമുക്ക് MET 201-ൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഇതിൽ ഞാൻ മൊഡ്യൂൾ 1 ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1-നകത്ത് നമുക്ക് മെയിനായിട്ട് 2 ടോപ്പിക്കായിട്ടാണ് പറഞ്ഞേക്കുന്ന മൊഡ്യൂൾ. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫോർമേഷനും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് സൊല്യൂഷനുമാണ്. അതിൽ ഇതിന്നും 10 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് 10 മാർക്കിനല്ല, ഇതിന്നും നമുക്ക് എസ് എ പാർട്ട് ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതിന്നും എസ് എ പാർട്ട് ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും 11ാമത്തെ ക്വസ്റ്റ്യനും 12ാമത്തെ ക്വസ്റ്റ്യനും ആയിരിക്കും. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ നമുക്ക് ഏത് രീതിയിൽ പ്രതീക്ഷിക്കാം, ഫോർമേഷനും സൊല്യൂഷനും പ്രതീക്ഷിക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് 11-ലെ എ പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നത് 11ാമത്തേലെ എ പാർട്ട് ക്വസ്റ്റ്യൻ ഫോർമേഷൻ എന്നും ബി പാർട്ട് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ എന്നായിരിക്കും വരുന്നത്. അപ്പം നമുക്കിതിൽ ഏതെങ്കിലും ഒരു പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ 7 മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിന്നുള്ള 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടെ വെച്ച് നമുക്ക് 10 മാർക്ക് ഒരു പാർട്ടിൽ തന്നെ കിട്ടും. അങ്ങനെ മൊത്തത്തിൽ 20 മാർക്കിനാണ് ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് മൊഡ്യൂളിലോട്ട് കയറാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ 3 ഫോർമേഷനാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അതിനകത്ത് 3 രീതിയിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആർബിട്രറി കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്ത് എനിക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കണം. രണ്ടെന്ന് പറയുന്നത് ആർബിട്രറി ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്ത് എനിക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കണം. മൂന്നെന്ന് പറയുന്നത് f(u(v) =0 ഉപയോഗിച്ച് എനിക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ, ഈ ഒരു ഫംഗ്ഷനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇത് 3മാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ഈ ഫസ്റ്റ് ഹാഫിൽ. ഇത് 3 നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 10 മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ നമുക്ക് എങ്ങനെ എടുക്കാം. ആർബിട്രറി കോൺസ്റ്റൻറ്റിൽ തന്നെ 2 കേസായിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ കേസിൽ 2 ആർബിട്രറി കോൺസ്റ്റൻറ്റ് മാത്രമുള്ള കേസ് ചോദിക്കാം, അല്ലെങ്കിൽ 3 ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരുന്ന കേസ് ചോദിക്കാം. എന്താണ് ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് റേഡിയസ് 6 വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഞാൻ പണ്ടേ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ പണ്ടെന്താ പഠിച്ചിരിക്കുന്നത്, റേഡിയസ് എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ എനിക്ക് 6 എന്ന് പറയുന്നത് 3 വെച്ചിട്ടൊരു സർക്കിൾ വരയ്ക്കാം, 6 എന്ന് പറയുന്നത് 7 വെച്ചിട്ടൊരു സർക്കിൾ വരയ്ക്കാം, 6 എന്ന് പറയുന്നത് 8 വെച്ച് സർക്കിൾ വരയ്ക്കാം. അങ്ങനെ പല കേസിൽ സർക്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ 6-നൊരു വാല്യൂ ചൂസ് ചെയ്താൽ അത് ആ സിറ്റുവേഷൻ മുഴുവൻ നമുക്ക് ത്രൂ ഔട്ട് ദി സിറ്റുവേഷൻ നമുക്ക് ആ ഒരു വാല്യൂ ക്യാരി ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള വാല്യൂസാണ് നമ്മൾ ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും, പക്ഷേ നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ആ വാല്യൂസിനെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് വന്നാൽ 3 ആർബിട്രറി കോൺസ്റ്റൻ്റ് വന്നാൽ ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ പി ക്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. 3 ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ പി ക്യൂ ആർ എസ് ടി മുഴുവനും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് പി, എന്താണ് ക്യൂ, എന്താണ് ആർ, എന്താണ് എസ്, എന്താണ് ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ. ഈ പി ക്യൂ ആർ എസ് ടി എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. പി ക്യൂ ആർ എസ് ടി നമുക്ക് ഓരോ ഇക്വേഷനായിട്ട് പഠിക്കാം. ഇതിൻ്റെ എലാബറേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെപ്പറേറ്റഡ് വീഡിയോയും ഒക്കെ ചാനലിലുണ്ട്. നിങ്ങൾ അതിനോടൊത്തവർ അതൊന്ന് കയറി നോക്കണം കേട്ടോ. ഇവിടെ ഞാൻ 4 എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ∂z/∂x, ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ∂z/∂y, ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ∂2z/∂x², ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ∂2z/∂y². ഇസഡിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേഷൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് പി. ഇസഡിനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈയിൽ പാർഷ്യൽ ഡെറിവേഷൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് ക്യൂ. ഇസഡിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിൽ 2 പ്രാവശ്യം പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് 6 കിട്ടും. ഇസഡിനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈയിൽ 2 പ്രാവശ്യം പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് ടി കിട്ടും. ഇനി ഞാൻ പറയാത്തത് എസ് ആണ്. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ∂2z/∂x/∂y ആണ്. അപ്പോൾ ഇതിന് ഒന്നെങ്കിൽ എനിക്ക് ഒന്നുകിൽ എനിക്ക് ∂y/∂z/∂x ചെയ്യാം,
ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്യാം. അതായത് ഇസഡിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിൽ ചെയ്ത് കിട്ടിയ മൊത്തം ആൻസറിനെ വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എസ് കിട്ടും. ഇല്ലെങ്കിൽ ഇസഡിനെ വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്ത മൊത്തം ആൻസറിനെ വിത്ത് റെസ്പെക്റ്റ് എക്സ് ചെയ്താലും എനിക്ക് എസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇസഡിനെ ഇൻ ടേംസ് ഓഫ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇസഡിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിലും വൈയിലും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എസ് കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ പറ്റിയും ഈ സെക്ഷനെ പറ്റിയും എല്ലാം എലാബറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിലുണ്ട്. വേണ്ടവരത് കയറി ഒന്ന് കാണണം കേട്ടോ. ഇത് എക്സാം ഓറിയൻറ്റഡ് വ്യൂവിൽ മാത്രം പറയുന്നതാണ്. അപ്പം നമുക്ക് അതിനു വേണ്ടിയുള്ള പോയിൻറ്റ്സ് മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പം നമ്മൾ പി ക്യു ആർ എസ് ടി ഫെമിലിയറായി. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്ന് ആരെ കണ്ടുപിടിച്ചാൽ മതി? പിനെയും ക്യൂവിനെയും. 2 കൂടുതൽ ആർബിട്രറി കോൺസ്റ്റൻ്റ്. നമുക്കിവിടെ 3 എടുക്കുക. കാര്യം നിങ്ങൾക്ക് 3 വരത്തുള്ളൂ. 3 എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെടുക്കാം? പി ക്യു ആർ എസ് ടി 5 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. 4 മാർക്ക് സെക്യൂർ ചെയ്യാം. ഇതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി ഞാൻ അടുത്തൊരു പ്രോബ്ലം നോക്കിക്കേ. ഇസഡ് ഇസ് ഇക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ എന്നാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇസഡ് ഇസ് ഈക്വൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടെന്നാണ്. ഇപ്പോൾ എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്. പക്ഷേ ഇത് കൂടാതെ ഒരാളും കൂടെ ഉണ്ട്. ആരാണ്? ഒരു എയും കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ എ ഒരിക്കൽ കൗണ്ട് ചെയ്ത സ്ഥിതിക്ക് ഇനി ഒന്നുകൂടെ എ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ മതി. ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസഡ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ബി എന്നായിരുന്നു വിചാരിച്ചു. എങ്കിലും നമ്മൾ എയും ബിയെ ഒരിക്കൽ കൗണ്ട് ചെയ്തു. പിന്നെ ഒന്നും കൂടെ എ ബിയെ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ളത്. 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ പിയും ക്യൂവും കണ്ടുപിടിക്കുക. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ. നമുക്കതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അത് നോക്കി, ഇവിടെ ഞാൻ പി കണ്ടുപിടിക്കാൻ പോവുകയാണ്. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് എന്ന് പറയുന്ന ആളെ വിത്ത് റെസ്പെക്റ്റ് എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അതായത് ഡോ ബൈ ഡോ എക്സ് എൽ എച്ച് എസിൽ ആർ എച്ച് എസിൽ ഞാൻ ചെയ്യണം. എൽ എച്ച് എസിൽ ആരേ ഉള്ളൂ? ഇസഡ്. ആർ എച്ച് എസിൽ ആരുണ്ട്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ബി ഉണ്ട്. ഇനി അടുത്തത് ഇവിടെ നമുക്ക് ഇൻറ്റഗ്രേഷനിലും ഡിഫറൻസിയേഷനിലും എന്ത് ചെയ്യാൻ പറ്റും? പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ഞാൻ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി വിത്ത് റെസ്പെക്റ്റ് ടു എക്സിൽ ചെയ്യുമ്പം എക്സിന് മാത്രമേ ഡെറിവേറ്റീവ് ഉള്ളൂ. വൈയും ബാക്കിയല്ല, എക്സ് അല്ലാതെ ബാക്കി എന്ത് വന്നാലും അതെല്ലാം ആരാണ്? കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ എക്സിൽ എ കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ബി വൈ 0, എയും 0. കാര്യം ബി വൈ എന്ന് പറയുന്നതിൽ ബി കോൺസ്റ്റൻറ്റ്, വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആയത് കാരണം ഐയും കോൺസ്റ്റൻറ്റ്. ഇത് മൊത്തം കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ പി എന്ന് മാത്രം കിട്ടി? എ എന്ന് കിട്ടി. ഇതുപോലെ ക്യൂ നോക്കിക്കേ. ക്യൂ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? ഡോ ഇസഡ് ബൈ ക്യൂ എന്ന് പറയുന്നത് ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. അപ്പോൾ അതിൽ ഞാൻ ഡോ ഇസഡ് ബൈ ഡോ വൈ എടുക്കാനായിട്ട് ഇസഡിനെ വിത്ത് റെസ്പെക്റ്റ് വൈയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഡോ ഇസഡ് ബൈ ഡോ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എ എക്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എ എക്സ് എന്ന് പറയുമ്പോൾ എ കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആയത് കാരണം എക്സും കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ബി വൈ ബി കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. വൈയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ബി എഴുതി. എ കോൺസ്റ്റൻറ്റ് എയുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ക്യൂ ഈക്വൽ ടു എന്ന് കിട്ടി? ബി എന്ന് കിട്ടി. ഇനി ഇത്രയും ചെയ്ത് നിർത്തിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. പിയും ക്യൂവും മാത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര പറഞ്ഞാൽ 2 മാർക്ക്. അത് ഏത് കേസിലാണ്? 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ള കേസിൽ. അപ്പോൾ 2 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ബാക്കി ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിർത്തിക്കോ. ആ 2 മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക? ആ പിയും ക്യൂവും കണ്ടുപിടിക്കാനുള്ള പാർട്ട് ക്ലിയർ ചെയ്ത് വെക്കുക. ഞാൻ ബാക്കി ഇവിടെ പറയുന്നില്ല. ഇനി ഇങ്ങനെയാണ് അതിൽ നിന്ന് ഇക്വേഷനിലോട്ട് പോകുന്നതെന്നുള്ളത് പറയുന്നില്ല. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കുക. ഓക്കെ.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇസഡ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ബി. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. അതിനകത്ത് ഇസഡ് ഇസ് ഈക്വൽ ടു എ എക്സ് അല്ല, എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ പ്ലസ് എ ബി ആണ്. അവിടെ ഏതൊക്കെയാണ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്? എയും ബിയും. എൻ്റെ വേരിയസ് ഫോമാണ് എ സ്ക്വയറും ബി സ്ക്വയറും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വാല്യൂ ഏതാണ്? എക്കും ബിക്കും വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എ സ്ക്വയറും ബി സ്ക്വയറും കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അവിടെയും നമ്മൾ അതിനെ ഒന്നായിട്ട് തന്നെ കൗണ്ട് ചെയ്താൽ മതി. എ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്, ബി എന്ന് പറയുന്നത് മറ്റൊരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അത് എ സ്ക്വയർ ആയിട്ടും ബി സ്ക്വയർ ആയിട്ടും എ ബി ആയിട്ടും ഒക്കെ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര തന്നെ പറയുക? 2 ആർബിട്രറി കോൺസ്റ്റൻറ്റ്. 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആരെ കണ്ടുപിടിക്കണം? പിയും കണ്ടുപിടിക്കണം, ക്യൂവും കണ്ടുപിടിക്കണം. പി ആരാണ്? ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള ഡെറിവേറ്റീവ്. ക്യൂ ആരാണ്? ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ള ഡെറിവേറ്റീവ്. ഇത് രണ്ടും മാത്രം കണ്ടുപിടിക്കുക, 2 മാർക്ക് സെക്യൂർ ചെയ്യുക. നമുക്ക് നോക്കാം. ഇസഡ് തന്നേക്കുന്ന ആരാണ്? ഇസഡ് തന്നേക്കുന്നത് ആരാണ്? എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ പ്ലസ് എ ബി. ഞാൻ ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് കിട്ടും. ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ആരാണ്? എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ പ്ലസ് എ ബി ഈക്വൽ ടു എ സ്ക്വയർ എക്സ് വിത്ത് റെസ്പെക്ട് എക്സിലായതുകൊണ്ട് അവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ എ സ്ക്വയർ കോൺസ്റ്റൻറ്റ് വെളിയിലെടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ബി സ്ക്വയർ കോൺസ്റ്റൻറ്റ് വൈ എന്തുകൊണ്ടാണ് കോൺസ്റ്റൻ്റ് ആയത്? എൻ്റെ വിത്ത് റെസ്പെക്ട് വേരിയബിൾ എക്സ് ആണ്. എ ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ എനിക്ക് എന്താണെന്ന് കിട്ടി? പി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടി. ഇതുപോലെ ഞാൻ എന്ത് ചെയ്യണം? ക്യൂ കണ്ടുപിടിക്കണം. ക്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്യണം. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈ. ഇസഡിൻ്റെ വാല്യൂ ആരാണ്? എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ പ്ലസ് എ ബി ചെയ്യുമ്പോഴത്തേക്ക് വിത്ത് റെസ്പെക്റ്റ് വൈയിലാണ് ചെയ്യുന്നത്. എ കോൺസ്റ്റൻറ്റ് എക്സ് കോൺസ്റ്റൻറ്റ് മൊത്തത്തിൽ കോൺസ്റ്റൻറ്റ് 0 ആയിപ്പോയി. ബി സ്ക്വയർ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. വൈയെ വിത്ത് റെസ്പെക്റ്റ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്റ്റ് വൈ അല്ലേ, വൈനെ വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്യുമ്പോൾ 1 പ്ലസ് എ ബി കോൺസ്റ്റൻറ്റ് 0. ബി ക്യൂ ഈക്വൽ ടു ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ് ക്യൂ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് കിട്ടി. പിയും ക്യൂവും കണ്ടുപിടിച്ചു. 2 ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പിയും ക്യൂവും കണ്ടുപിടിച്ചു. 2 മാർക്ക് സെക്യൂർ ചെയ്യും. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുക? പിയും ക്യൂ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫോർമേഷൻ്റെ ക്വസ്റ്റ്യനിൽ 2 കേസാണ് ഞാൻ പറഞ്ഞത്. ആർബിട്രറി ഫംഗ്ഷൻ ആണെങ്കിലും ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിയും ക്യൂവും കണ്ടുപിടിക്കുക. 2 എണ്ണേ ഉള്ളൂ എങ്കിൽ ആർബിട്രറി കോൺസ്റ്റൻറ്റ് 2 എണ്ണേ ഉള്ളൂ എങ്കിൽ പിയും ക്യൂവും കണ്ടുപിടിക്കുക. ബാക്കി ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ പഴയ വീഡിയോ എടുത്ത് കാണുകയോ ചെയ്യുക കേട്ടോ. അതും കൂടെ പറയുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോകും. അടുത്ത ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയത് ഇസഡ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എക്സ് സ്ക്വയർ ഞാൻ എഴുതണം. ഈ ക്വസ്റ്റ്യനെ ഞാൻ നോക്കണം എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഏതൊക്കെ കണ്ടുപിടിക്കണം? പി കണ്ടുപിടിക്കണം, ക്യൂ കണ്ടുപിടിക്കണം, ആർ കണ്ടുപിടിക്കണം, എസ് കണ്ടുപിടിക്കണം, ടി കണ്ടുപിടിക്കണം. ഇതെല്ലാം വേണ്ടി വരില്ല. അതിൽ ഏതെങ്കിലുമൊക്കെ വേണ്ടി വരും. നമുക്കത് ഏതാണെന്ന് അറിഞ്ഞൂടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കണ്ടുപിടിക്കും. അപ്പോൾ പി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ആരെ ചെയ്യും? ഇസഡ് ചെയ്യും. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എക്സ് സ്ക്വയർ. ഇനി ഈക്വൽ ടു ഞാൻ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ബി വൈ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സി എക്സ് സ്ക്വയർ. വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോഴത്തേക്ക് എക്സിന് ഡെറിവേറ്റീവ് ഉണ്ട്. വൈ ആരായിപ്പോവും? കോൺസ്റ്റൻ്റ് ആയിപ്പോവും അല്ലേ. അപ്പോൾ എ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. എക്സിന് വിത്ത് റെസ്പെക്ട് എക്സിൽ 1 പ്ലസ് 0 പ്ലസ് സി കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. എക്സിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. പി കിട്ടിയേ ഇതുപോലെ എന്ത് ചെയ്യുക? ക്യൂ ചെയ്യുക. ക്യൂ എന്ന് പറയുമ്പോൾ ആരാണ്? ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ആര്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എക്സ് സ്ക്വയർ. അതായത് എ എക്സിന് വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്യുമ്പോൾ 0 പ്ലസ് ബി വൈ ചെയ്യുമ്പോൾ ബി കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. വൈയുടേത് 1 പ്ലസ് സി കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. എക്സിൻ്റെത് 2x. ഓക്കെ, ഇതാണ് എന്ത്? ക്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്ത് ചെയ്യുക? 6 ചെയ്യുക.
നമ്മളിപ്പോൾ പിയും ക്യൂവും നേരത്തെ ക്വസ്റ്റ്യനിൽ ഫെമിലിയർ ആയിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തല്ല, ഫെമിലിയർ അല്ല. അതുകൊണ്ട് നമുക്കത് ആറ് ഒന്നുകൂടെ നോക്കാം. ആറെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയറാണ്. അതായത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന പി എ ഒന്നും കൂടെ എന്ത് ചെയ്യുക, എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുക. പി എന്താണെന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് എ പ്ലസ് 2cx എന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതിനെ ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുക. അപ്പോൾ ആർ ഈക്വൽ ടു ഇതിനെ ഒന്നും കൂടെ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എ പ്ലസ് 2cx. എയുടെ ഡെറിവേറ്റീവ് 0, 2c കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. കണ്ടോ, 6 കിട്ടിയത് കണ്ടോ. ഇനി ഇതുപോലെ എന്ത് ചെയ്യുക, ടി കണ്ടുപിടിക്കുക. ടി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ക്യൂവിനെ ഒന്നുകൂടെ വൈ ചെയ്യണം. നമ്മളിനി കണ്ടുപിടിക്കാൻ പോണത് ടി ആണ്. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ. ദാറ്റ് ഈസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ക്യൂവിന് ഒന്നുകൂടെ വൈ ചെയ്യണം. ഡോ ബൈ ഡോ വൈ ഓഫ് ക്യൂ. ക്യൂ ആരാണ്? ഡോ ബൈ ഡോ വൈ ഓഫ് ബി വൈ. ബി ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ബി എന്ന് മാത്രമല്ലേ നമുക്ക് കിട്ടിയുള്ളൂ ക്യൂ വൈ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇതിന് വിത്ത് റെസ്പെക്റ്റ് വൈയിലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 എന്ന്. ഇനി അടുത്തത് നമുക്ക് എസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എസ് കണ്ടുപിടിക്കുന്നത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അതായത് ഒന്നുകിൽ വിത്ത് റെസ്പെക്റ്റ് എക്സ് ചെയ്തതിന് ഒന്നുകൂടെ വൈ ചെയ്യുക, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്തതിന് ഒന്നുകൂടെ എക്സ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. ദാറ്റ് മീൻസ് പി എ വിത്ത് റെസ്പെക്റ്റ് ടു വൈയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ക്യൂയിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിൽ ചെയ്യാം. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഞാനിവിടെ പീനെയാണ് വിത്ത് റെസ്പെക്റ്റ് ടു വൈയിൽ ചെയ്യാൻ പോകുന്നത്. ഡോ ബൈ ഡോ വൈ ഓഫ് പി. പി എനിക്ക് എന്താണ് കിട്ടിയത്? ഡോ ബൈ ഡോ വൈ ഓഫ് പി എന്ത് കിട്ടി? എ പ്ലസ് 2cx എന്ന് കിട്ടി. വൈ ചെയ്യുമ്പോൾ എ കോൺസ്റ്റൻറ്റ് 0, 2cx കോൺസ്റ്റൻറ്റ് 0. എന്ത് കിട്ടി? നമുക്ക് എസ് 0 ആണെന്ന് കിട്ടി. ഓക്കെ, ഇത് കൂടെ ആയപ്പോൾ നമ്മൾ ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സംശയം വരും. സംശയം എന്തായാലും ഉറപ്പായിട്ട് വരും. നിങ്ങളുടെ സംശയം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അത് ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തിടാം.